പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലി. വൈകുന്നേരം 7 മണിയോടെയാണ് പുലി ജനവാസ മേഖലയിലെത്തിയത്. പുലി ഒരു മൃഗത്തെ കടിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാൻ കഴിയും അല്പസമയത്തിനകം. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും. സമീർ, ഇത് നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണല്ലേ? വിജയകുമാർ, നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യം പതിഞ്ഞിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 7 മണിക്കാണ് മണ്ണാർമലയിൽ ജനവാസ മേഖലയിൽ പുലി എത്തിയിരിക്കുന്നത്. ഒരു നായ പോലെയുള്ള ഒരു ജീവിയെ പുലി കടിച്ചുകൊണ്ട് പോകുന്നതാണ് ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ കുറെ മാസങ്ങളായി മണ്ണാർമലയിൽ ഈ പുലിയുടെ ശല്യം രൂക്ഷമാണ്. വനം വകുപ്പ് ഒരു കൂട് മാത്രമാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. എന്നാൽ പല ഘട്ടങ്ങളിലായി നാട്ടുകാർ ഈ പുലിശല്യം രൂക്ഷമായതോടു കൂടിയാണ് സ്വന്തമായി ക്യാമറ സ്വന്തം ചെലവിൽ തന്നെ സ്ഥാപിച്ചത്. അങ്ങനെ ഈ പലയിടങ്ങളിലായി നാട്ടുകാർ ഈ ക്യാമറ സ്ഥാപിച്ചതോടു കൂടിയാണ് പുലി പല സമയങ്ങളിലായി ഈ ക്യാമറ കണ്ണുകളിൽ പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുലിയുടെ ദൃശ്യങ്ങൾ ഈ ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു പ്രദേശമാണ് ഈ മണ്ണാർമല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്താണ് പുലി നിരന്തരമായി വന്നു പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മണ്ണാർമലയിൽ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് എത്തിയ പുലിയുടെ ദൃശ്യമാണ് ഇത് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറെ മാസങ്ങളായി സമാന പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അപ്പോഴൊക്കെ വനം വകുപ്പ് കാര്യമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയും പൊതുജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ഇതുവഴി സഞ്ചരിക്കുന്ന വഴിയാത്രക്കാരടക്കം പുലിയെ നേരിട്ട് കണ്ടിട്ടും ഉണ്ടായിരുന്നു. എന്നാൽ ജനവാസ മേഖലയിൽ ഈ പുലി ഇങ്ങനെ തുടരുന്നു എന്നത് വലിയ ആശങ്ക നാട്ടുകാർക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതിനിടെയാണ് അത് വീണ്ടും ജനവാസ മേഖലയിൽ വരുന്നു. അവിടെ നിന്ന് എന്തോ ഒരു ജീവിയെ, വളർത്തുമൃഗമാണോ അതോ വല്ല നായയാണോ, ഒന്നിനോ കടിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ ഈ നാട്ടുകാർ സ്ഥാപിച്ച ഈ ക്യാമറയിൽ പതിയുകയും ചെയ്തു. അപ്പോൾ ജനങ്ങളുടെ ആശങ്ക കൂടും, ഭയം കൂടും. വനം വകുപ്പ് എന്തെങ്കിലും അടിയന്തരമായി ചെയ്യേണ്ടതല്ലേ അവിടെ? തീർച്ചയായും വിജയകുമാർ, അങ്ങനെ തന്നെയാണ്. നേരത്തെ വനം വകുപ്പ് ഒരു കൂട് മാത്രമാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നിലനിൽക്കുന്നത് ഈ കാളികാവിലുള്ള നരഭോജി കടുവയെ പിടികൂടാനുള്ള ഒരു ശ്രമം ഈ കഴിഞ്ഞ കുറെ ദിവസമായി ഈ വനം വകുപ്പ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വനം വകുപ്പിന്റെ കൂടുതൽ ശ്രദ്ധയും പോകുന്നത് ആ ഭാഗത്തേക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഡിവിഷന്റെ പരിധിയിൽ തന്നെയാണ് ഈ ഇപ്പോഴുള്ള ഈ മണ്ണാർമലയും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മണ്ണാർമല ഭാഗത്തേക്ക് കാര്യമായ ശ്രദ്ധ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് കിട്ടാത്തതാണ് ഈ പുലിയെ പിടികൂടാനാവാത്തത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ പറയുന്നത്. പല കുറി നാട്ടുകാർ പറഞ്ഞതാണ് ഈ വനം വകുപ്പ് നിലവിൽ ഏക കൂട് മാത്രമാണ് സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ കൂട് മാറ്റി സ്ഥാപിക്കണം എന്നുള്ള കാര്യമൊക്കെ നാട്ടുകാർ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ വനം വകുപ്പ് കാര്യമായ നടപടി കൈക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. പലപ്പോഴും നാട്ടുകാർ കൂട് മാറ്റി സ്ഥാപിക്കണം എന്ന് പറയുന്ന ഭാഗത്ത് നാട്ടുകാർ സ്വന്തമായി ക്യാമറ സ്ഥാപിച്ചു. ആ ഭാഗത്തുള്ള ക്യാമറയിലാണ് ഈ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം. അതങ്ങനെയെങ്കിൽ നാട്ടുകാർ പറഞ്ഞ ഭാഗത്ത് കൂട് സ്ഥാപിച്ചിരുന്നു. ആ പരിസരത്തുണ്ട്, അത് അവിടെ ആ പരിസരത്തുണ്ട്, ജനവാസ മേഖലയിലുണ്ട്, അതവിടെ തുടരുകയാണ്. ഇന്ന് വൈകിട്ട് 7 മണിക്കാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. ആ സമയത്താണ് അത് ജനവാസ മേഖലയിൽ ഇറങ്ങിയത് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. സമീർ, ഒരു കാര്യം കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മലപ്പുറം മൂത്തേടത്ത് കാട്ടാന ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു എന്നത്. ഉച്ചക്കുളം ഉന്നതിയിലെ അരുണിനാണ് പരിക്കേറ്റത്. അരുണ് ബൈക്കിൽ പോകുന്നതിനിടെ ആന ആക്രമിക്കുകയായിരുന്നു. അരുണിനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യനില എങ്ങനെ എന്നതടക്കം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് വൈകിട്ടാണ് അവിടെ ഈ മൂത്തേടത്ത് കാട്ടാന ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റത്.